കൊല്ലം ഫാത്തിമ മാത നാഷണൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം 26/1/2024 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഫോമൽ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സിന്ധ്യ കാതറിൻ മൈക്കിൾ. ഫോമൽ സ്റ്റുഡൻസ് ഡേ ജാനുവരി 26 എല്ലാ വർഷവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നോടൊപ്പം FSA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ സെക്രട്ടറി മനോജ് കുമാർ സാറും, വൈസ് പ്രസിഡൻറ്റ് പ്ലാസിഡ് മെൻഡസ് സാറും, ജോയിൻറ്റ് സെക്രട്ടറി വർഗീസ് സാറും, ട്രഷറർ ജോർജ് മാത്യു സാറും ഉണ്ട്. ഞങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ടേൺ ഔട്ടാണ്. മാക്സിമം നമ്മൾ എല്ലാ സ്റ്റുഡൻസിനെയും അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 23 പാസ് ആയ വരെ ഉള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നുണ്ട് ക്യാമ്പസിലേക്ക്. എല്ലാവരും വന്ന് അവരുടെ ഫ്രണ്ട്സുമായിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമായിട്ട് ആയിരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഫാത്തിമ കോളേജിലെ പൂർവ്വവിദ്യാർത്ഥികളുടെ സംഘടന FSA എല്ലാ വർഷവും നടത്താറുള്ള FSA ഡേ ഈ വർഷവും 26 തീയതി ജനുവരി 26 നടത്തപ്പെടുകയാണ്. അതിനെല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും അതിനകത്ത് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ FSA വഴി നമുക്ക് വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, അവരുടെ വിജ്ഞാനപ്രദമായ കാര്യത്തിനായിട്ട് 2 ക്വിസ് പ്രോഗ്രാം നടത്താറുണ്ട്. ഒന്ന് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ക്വിസ് പ്രോഗ്രാം, അത് പഴയ പ്രിൻസിപ്പലായിരുന്നു അത് റിച്ചാർഡിൻ്റെ പേരിൽ റിച്ചാർഡ് മെമ്മോറിയൽ ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ക്വിസ് പ്രോഗ്രാം, അത് എല്ലാ വർഷവും നടത്തപ്പെടാറുണ്ട്. അതുകൂടാതെ ഒരു ഇൻ്റർ കോളേജിയേറ്റ് ഓൾ കേരള ബേസിൽ ഒരു ഇൻ്റർ ക്വിസ് മത്സരം പ്രൊഫസർ ടെമൻ ഡുക്കോസിൻ്റെ പേരിൽ നടത്താറുണ്ട്. കൂടാതെ നമ്മൾ മുൻ പ്രിൻസിപ്പളായിരുന്ന ഇവിടുത്തെ കോളേജ് മാനേജറായിരുന്ന റൊസാരിയച്ചിൻ്റെ പേരിൽ ഒരു എൻഡോമെൻറ്റ് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് ഈ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മെറിറ്റ് നോക്കി നമ്മൾ അവർക്ക് സ്കോളർഷിപ്പ് എല്ലാ വർഷവും കൊടുക്കാറുണ്ട്. അത് ഈ വർഷം നമ്മൾ നടത്തപ്പെടുന്ന FSA ഡേ 26 തീയതി നമ്മൾ ആ സ്കോളർഷിപ്പ് വിതരണം ഉണ്ടായിരുന്നു. ഈ FSA ഡേയിൽ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് ആത്മാർത്ഥമായി ആവർത്തിച്ചുകൊണ്ട് ഞാൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എല്ലാ വർഷവും ജനുവരി 26 പൂർവ്വ വിദ്യാർത്ഥി ദിനമായി ആചരിക്കാറുണ്ട്. ഈ ജനുവരി 26 കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിനമാണ്. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അന്നേ ദിവസം കോളേജിൽ എത്തിച്ചേരാവുന്നതും ആ ഒരു ദിവസം അവരുടെ പഠന ഓർമ്മകളിൽ ഇവിടെ ചിലവഴിക്കാവുന്നതുമാണ്. അത് മാറ്റമില്ലാതെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉദയം ചെയ്ത അന്ന് മുതൽ തുടർന്നു വരുന്ന ഒരു രീതിയാണ് ജനുവരി 26 എന്നുള്ളത്. FSA ഡേ ആയി എല്ലാ വർഷവും ആചരിക്കുന്നു. അതിന് തുടർന്ന് വരുന്ന എല്ലാ വർഷങ്ങളിലും അങ്ങനെ തന്നെ ആചരിക്കുകയും ചെയ്യും. ഈ വർഷം നമ്മൾ 8:45 പതാക ഉയർത്തലോടുകൂടിയാണ്, കോളേജ് മാനേജർ അഭിലാഷ് ഗർഗരി അച്ഛനാണ് പതാക ഉയർത്തുന്നത്. പതാക ഉയർത്തലോടുകൂടിയാണ് നമ്മുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത്. തുടർന്ന് 9 മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങും. രജിസ്ട്രേഷൻ ശേഷം നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് തന്നെ വിവിധ കായിക മത്സരങ്ങൾ നടത്തപ്പെടുന്നതാണ്. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. രസകരമായ മത്സരങ്ങളായിരിക്കും നടത്തപ്പെടുന്നത്. അതിനുശേഷം 11 മണിയോടുകൂടി നമ്മൾ കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് എല്ലാവരും ഒത്തുചേരുകയും അവിടെ വെച്ച് ഒരു ചെറിയ സമ്മേളനം നടത്തുകയും പിന്നീട് അവരുടെ എല്ലാവരുടെയും ഓർമ്മകളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാക്കി മാറ്റുന്ന ഒരു സമ്മേളനമാണ് 11 മണിക്ക് ശേഷം കോളേജ് ഓഡിറ്റോറിയത്തിൽ നമ്മൾ നടത്തുന്നത്. മുഖ്യാതിഥിയായി നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ സുധീർ സാറിനെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. സാർ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ കോളേജിലെ ബഹുമാനപ്പെട്ട മാനേജർ അഭിലാഷ് ഗർഗരി അച്ഛൻ, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സിന്ധി ടീച്ചർ, പൂർവ്വ വിദ്യാർത്ഥി അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ എല്ലാവരും മീറ്റിങ്ങിൽ ഉണ്ടാവും. എല്ലാവർക്കും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും പരസ്പരം കാണാനും പറ്റുന്ന ഒരു അവസരമായിട്ടായിരിക്കും ഈ ഇതിനെ വിനിയോഗിക്കേണ്ടത്. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ, കലാപ്രകടനങ്ങളൊക്കെ നടത്താനുള്ള അവസരവും നമ്മൾ നൽകുന്നതാണ്. ഉച്ചയ്ക്ക് നമ്മൾ നല്ല ഒരു ഉച്ചഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം എല്ലാവർക്കും സൗഹൃദമൊക്കെ പങ്കിട്ട് ഇവിടെ ചിലവഴിച്ചിട്ട് അന്നൊരു ദിവസം ഫാത്തിമ ആയിരിക്കാൻ എല്ലാവർക്കും സാധിക്കുന്നതാണ്. അപ്പം ഫാത്തിമ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി എല്ലാ വിദ്യാർത്ഥികളെയും അന്നത്തെ ദിവസം ഈ കലാലയത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ക്ഷണിക്കുകയാണ്. 1956 തുടങ്ങിയ ഫാത്തിമ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ദിനം ഇന്നും വളരെ സമുചിതമായി ജനുവരി 26 ആഘോഷിക്കുന്നുണ്ട്. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളും അന്നേ ദിവസം വന്ന് സംബന്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
FSA പൂർവ്വ വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ 1956 ഓൺവേർഡ്സ് ഇത് തുടങ്ങിയതാണ്. നമ്മൾ വളരെ 26-ന് നമ്മളൊക്കെ ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഫോമൽ സ്റ്റുഡൻസ് ഡേ 26-ന് ആൾക്കാരെല്ലാം കൂട്ടി പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കാണുന്ന ഒരു സന്തോഷമാണ്. ഇപ്രാവശ്യം എല്ലാവരും Formal Students Association President Dr. Cynthia Catherine Michael, Vice President Placid Mendes, Secretary Manoj Kumar, Joint Secretary Verghese KV, Treasurer George Matthews തുടങ്ങിയവർ പ്രസ് മീറ്റിംഗിൽ പങ്കെടുത്തു. സിമിയ ന്യൂസ് ബ്യൂറോ, ന്യൂസ് കേരളം 24.